എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ നടുക്ക് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ആ നടുഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ബ്രെഡ് പീസസ് ഇതേപോലെ റെഡിയാക്കി വെക്കുക. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് ഓരോന്നും നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട ഈ നടുഭാഗത്തേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞക്കരു പൊട്ടിപ്പോകാതെ ഒഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാനൊരു ഭംഗി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 2-3 തേള് മല്ലിയില ഒന്ന് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ചതച്ച ഉണക്കമുളക് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. എന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം വല്ലാതെ കരിഞ്ഞു പോകും. അപ്പോൾ അത് അവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് തിരിച്ചിട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തിരിച്ചിടുന്നില്ല, ഇതേപോലെ തന്നെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്